നിങ്ങളൊരു കോളേജ് സ്റ്റുഡൻ്റ് ആണെങ്കിലോ, നിങ്ങളൊരു ഓഫീസ് വർക്ക് ചെയ്യുന്ന ആളാണെങ്കിലോ, നിങ്ങളൊരു ബിസിനസ് ഓണർ ആണെങ്കിലോ, അല്ലെങ്കിൽ നിങ്ങൾ ഒരു ജോലി അന്വേഷിച്ച് നടക്കുന്ന ആളാണെങ്കിലോ, നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു സോഫ്റ്റ്വെയർ ആണ് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. ടെനർഷെയറിൻ്റെ PDF എഡിറ്റർ. PDF എഡിറ്റർ എന്തിനൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കാൻ പറ്റുന്നത്? ഇപ്പം എൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ, നമ്മൾ ഓരോ പ്രൊമോഷൻസും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ക്ലയൻസിന്, അല്ലെങ്കിൽ എൻ്റെ വർക്ക് ബേസിസ് ആണെന്നുണ്ടെങ്കിൽ എൻ്റെ ക്ലയൻസിന് ഞാൻ ഇൻവോയ്സ് അയക്കാമെന്ന് പറഞ്ഞാൽ, നമുക്ക് ഓൾറെഡി പണ്ടെന്തോ ക്രിയേറ്റ് ചെയ്തൊരു ഇൻവോയ്സ് ടെംപ്ലേറ്റ് ഉണ്ട്. യൂഷ്വലി നമ്മൾ ചെയ്യുന്നത് ആ ഒരു ഇൻവോയ്സ് ടെംപ്ലേറ്റിനെ നമ്മൾ ടെനർഷെയറിൻ്റെ PDF എഡിറ്ററിൽ ഓപ്പൺ ആക്കിയതിന് ശേഷം അതിൻ്റെ അകത്തുനിന്ന് ജസ്റ്റ് ക്ലയൻറ്റിൻ്റെ പേരും മാറ്റും, ഡേറ്റും മാറ്റും, എന്നിട്ട് അയച്ചു കൊടുക്കും. അതേപോലെ തന്നെ ഞാനിപ്പോൾ യൂണിവേഴ്സിറ്റിയും ചെയ്യുന്നുണ്ട്. ആ സമയത്ത് നമുക്ക് ഈ അസൈൻമെൻറ്റ്സ് ഇപ്പം ഗ്രൂപ്പായിട്ടൊക്കെ അസൈൻമെൻറ്റ്സ് കിട്ടും. അപ്പോൾ ഞാനാണ് ലീഡർ എന്നുണ്ടെങ്കിൽ 10 പേര് 10 രീതിയിലായിരിക്കും എനിക്ക് അയച്ചു തരിക. അതിനെ മൊത്തം ഒരൊറ്റ PDF ആയിട്ട് കമ്പൈൻ ചെയ്യുക. ഇങ്ങനെയുള്ള കുറേ പരിപാടിക്ക് ഈ PDF എഡിറ്റേഴ്സ് ഭയങ്കര യൂസ്ഫുള്ളാണ്. ഇപ്പോൾ നിങ്ങൾ എൻ്റെ സ്ക്രീന് നോക്കിക്കഴിഞ്ഞാൽ ടെനർഷെയറിൻ്റെ PDF എഡിറ്ററിൻ്റെ പേജിലാണ് ഞാൻ വന്നിട്ടുള്ളത്. നിങ്ങൾ എൻ്റെ ഡിസ്ക്രിപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ, അതുപോലെ തന്നെ പിൻഡ് കമൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഈ ലിങ്ക് കിട്ടും. ഇത് നിങ്ങൾ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ടോപ്പ് 1 PDF എഡിറ്റർ എഡിറ്റ് OCR വർക്ക് സ്മാർട്ടർ. ഈ OCR എന്ന് വെച്ചാൽ ഒപ്റ്റിക്കൽ ക്യാരക്ടർ റെക്കഗ്നിഷൻ. അതായത് ഇപ്പോൾ ഒരു PDF നമ്മൾ അപ്ലോഡ് ചെയ്തു, അതൊരു നോൺ എഡിറ്റബിൾ PDF ഒക്കെ ഉണ്ട്. ചില സമയത്ത് നമുക്ക് കിട്ടുന്ന PDF എന്ന് പറഞ്ഞാൽ എഡിറ്റിംഗ് ബ്ലോക്ക് ചെയ്തിരിക്കും. അങ്ങനെയുള്ള PDF വരെ നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. അതിനകത്ത് ഏതെങ്കിലും ഒരു സെഗ്മെൻറ്റ്, ഇപ്പോൾ കുറേ ക്യാരക്ടേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, ആ ക്യാരക്ടേഴ്സ് മൊത്തം ഡിറ്റക്ട് ചെയ്താൽ മാത്രമേ, അതായത് എഡിറ്റ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ഡിറ്റക്ട് ചെയ്താൽ മാത്രമേ നമുക്ക് നീക്കാനും അറേഞ്ച് ചെയ്യാനൊക്കെ പറ്റുള്ളൂ. നിങ്ങൾക്ക് ഒരു വർഷത്തേക്ക് $35 മാത്രമേ വരുന്നുള്ളൂ. ലൈഫ് ടൈം ലൈസൻസ് $59, 1 മന്ത് ലൈസൻസ് $14. വെർത്തായിട്ടുള്ള സാധനമാണ്. വേറെ ഏതൊരു PDF എഡിറ്ററുമായിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാലും ഇത്രയും ഫീച്ചേഴ്സ് കിട്ടില്ല, ഈ പ്രൈസിനും കിട്ടില്ല. ഞാൻ ജസ്റ്റ് ഇതാ ഫ്രീ ഡൗൺലോഡ് കൊടുത്തു. ഫ്രീ ഡൗൺലോഡ് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഞാനൊന്ന് ഇൻസ്റ്റാൾ ചെയ്യുക. ഇപ്പോൾ ഇതാണ് നമ്മുടെ ടെനർഷെയറിൻ്റെ PDF എഡിറ്ററിൻ്റെ ഒരു ലാൻഡിംഗ് പേജാണിത്. ഇതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള പേജ് വരുന്നത്. നിങ്ങൾക്കിപ്പോൾ ഏതെങ്കിലും ഒരു PDF നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ആ PDF നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിനകത്തേക്ക് ഓപ്പൺ ആക്കാവുന്നതാണ്. ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഇതിനകത്ത് കുറേ ഓപ്ഷൻസ് വരുന്നുണ്ട്. ഒന്ന്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഗം ഹൈലൈറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഹൈലൈറ്റ് ചെയ്യാൻ പറ്റും, കണ്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് എഡിറ്റ് ഓൾ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനകത്തുള്ള ഓരോ കോണ്ടൻറ്റും എഡിറ്റ് ചെയ്യാൻ പറ്റും, കണ്ടോ. ഇതേപോലെ ഓരോ കോണ്ടൻറ്റും എഡിറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് കോണ്ടൻറ്റ് മാത്രമല്ല, നമുക്ക് വേണമെങ്കിൽ ഇതിനകത്തുള്ള ഇമേജും എഡിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതിനകത്തൊരു സ്ക്രീൻഷോട്ട് വെച്ചിട്ടുണ്ട്. ആ സ്ക്രീൻഷോട്ടിനെ നീക്കണമെന്നുണ്ടെങ്കിൽ നീക്കാൻ പറ്റും, അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റണമെന്നുണ്ടെങ്കിൽ മാറ്റാൻ പറ്റും. എന്നിട്ട് അവിടെ വെച്ചതിന് ശേഷം ലോക്ക് ചെയ്ത് വെക്കാൻ പറ്റും. പിന്നെ നമ്മൾ ആക്സിഡൻ്റലി ഒന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാലും ആസ്പെക്ട് റേഷ്യോ ഒന്നും മാറത്തില്ല. അതുപോലെ തന്നെ നമുക്ക് ആഡ് ടെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് എക്സ്ട്രാ എന്തെങ്കിലും ഒരു ടെക്സ്റ്റുകൾ നമുക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. അതും ഒരു എക്സലൻ്റ് ആയിട്ടുള്ള ഫീച്ചർ. ഇനി ആഡ് ഇമേജ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇമേജ് ആഡ് ചെയ്യാൻ പറ്റും. എക്സ്റ്റേണൽ ലിങ്കുകൾ ആഡ് ചെയ്യാൻ പറ്റും. PDFൻ്റെ അകത്ത് എക്സ്റ്റേണൽ ലിങ്കുകൾ ആഡ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് അറിയുമെന്ന് എനിക്കറിയില്ല. ലിങ്കുകൾ ആഡ് ചെയ്യാം. ആൻഡ് നിങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുള്ള PDFൻ്റെ അകത്ത് എന്തെങ്കിലും ലിങ്കുകൾ ഉണ്ടെങ്കിൽ അതിനെ ഡിലീറ്റ് ചെയ്യാൻ പറ്റും. ക്രോപ്പ് ചെയ്യാൻ പറ്റും. മൊത്തത്തിൽ നമുക്ക് തന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ സൈഡിൽ ഏതൊന്ന് പിടിച്ചു കഴിഞ്ഞാൽ അതിങ്ങനെ ക്രോപ്പ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ വാട്ടർമാർക്ക് റിമൂവ് ചെയ്യാൻ പറ്റും, വാട്ടർമാർക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ. അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഇതിനകത്തൊരു ബാക്ക്ഗ്രൗണ്ട് ഞാൻ ആഡ് ചെയ്യാമെന്ന് വെച്ചോ. അപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ ഒരു ബാക്ക്ഗ്രൗണ്ട് ആഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഹെഡറും ഫൂട്ടറും ആഡ് ചെയ്യാൻ പറ്റും. പിന്നെ ബേറ്റ്സ് നമ്പർ ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ ഫീച്ചേഴ്സ് ഇതിനകത്ത് വരുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് റൈറ്റ് സൈഡിൽ പോയി കഴിഞ്ഞാൽ ഒരു AI എന്ന് പറഞ്ഞിട്ട് AI സൈഡ് ബാർ ഉണ്ട്. പെർട്ടിക്കുലർലി എന്താണോ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാനുള്ളത് അത് ഈ AI എടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ AI അത് ചേഞ്ച് ചെയ്ത് നിങ്ങളുടെ ഇഷ്ടത്തിനാക്കി തരും. അതുപോലെ തന്നെ നിങ്ങൾക്ക് കമൻറ്റുകൾ ആഡ് ചെയ്യാം, ബുക്ക് മാർക്ക് ചെയ്യാൻ പറ്റും, തംബ്നെയിലുകൾ വയ്ക്കാൻ പറ്റും. അതായത് ഫ്രണ്ട് പേജിന് ഒരു തംബ്നെയിൽ ആഡ് ചെയ്യാൻ പറ്റും. ഇങ്ങനെയുള്ള കിടിലം ഫീച്ചേഴ്സ് ഈ ഒരു PDF എഡിറ്ററിനകത്തുണ്ട്. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ അകത്തുള്ള വേറൊരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള PDFനെ നമുക്ക് കൺവേർട്ട് ചെയ്ത് വേർഡിലോട്ടും എക്സലിലോട്ടും പവർ പോയിന്റിലോട്ടൊക്കെ ആക്കാൻ പറ്റും. ഞാൻ ഏറ്റവും സ്ട്രഗിൾ ചെയ്തിട്ടുള്ളത് നമ്മുടെ കയ്യിൽ PDF ആക്കിയ ഫയലാണ് വരുന്നതെന്നുണ്ടെങ്കിൽ അതിനെ വേർഡിലേക്ക് കൺവേർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ കുറച്ച് പാടാണ്. ഇപ്പോൾ ഓൺലൈനായിട്ടുള്ള ആവശ്യമില്ലാത്ത ജങ്ക് വെബ്സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്യുന്നതിനേക്കാളും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ജസ്റ്റ് നമുക്ക് ഇതിൻ്റെ അകത്ത് ക്രിയേറ്റ് PDF കൊടുക്കാം. ഇല്ലെങ്കിൽ വേർഡിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ വേർഡിലേക്ക് കൺവേർട്ട് ചെയ്യാം. എക്സൽ, പവർ പോയിന്റ്, ഇമേജിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾക്ക് RTFലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും, EPUBലേക്ക് കൺവേർട്ട് ചെയ്യാം, ടെക്സ്റ്റിലേക്ക് കൺവേർട്ട് ചെയ്യാം. നിങ്ങളിപ്പോൾ ബാച്ച് കൺവേർട്ടാണ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ ആഡ് ഫയൽസ് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഓരോ PDF ആയിട്ട് ആഡ് ചെയ്തതിന് ശേഷം എല്ലാത്തിനെയും ഒരുമിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫയലിലേക്ക് കൺവേർട്ട് ചെയ്യാൻ സാധിക്കും.
പിന്നെ ഇവിടെ വരുന്നത് ടൂളുകൾ എന്ന് പറഞ്ഞിട്ടൊരു സാധനം വരുന്നുണ്ട്. സോ ടൂളുകളിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് OCR എനേബിൾ ചെയ്യാൻ പറ്റും. അതായത് എഡിറ്റബിൾ ടെക്സ്റ്റുകളെല്ലാം കൂടി നിങ്ങൾക്ക് സ്കാൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ സെർച്ചബിൾ ടെക്സ്റ്റ് നിങ്ങൾക്ക് ഒരു ഇമേജിൽ നിന്നെല്ലാം സ്കാൻ ചെയ്തെടുക്കാൻ പറ്റും. ഇതിൻ്റെ ഗുണം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ടോട്ടൽ കൺട്രോൾ കിട്ടും, അതുകൊണ്ടാണ്. പിന്നെ സ്ക്രീൻഷോട്ട് ചെയ്യാൻ പറ്റും, സ്ക്രീൻ റെക്കോർഡ് ചെയ്യാൻ സാധിക്കും, നിങ്ങൾക്ക് PDF-നെ കംപ്രസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ അപ്വർക്ക് പോലെയുള്ള പ്ലാറ്റ്ഫോമിൻ്റെ അകത്ത് നമുക്ക് PDF 2 MB താഴെ മാത്രം സൈസ് ഉണ്ടെങ്കിലേ അപ്ലോഡ് ആവുള്ളൂ. അങ്ങനെ ചെയ്യാൻ പറ്റും. മെർജ് PDF, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്കൊരു 10 PDF-നെ ഒരുമിച്ച് മെർജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ആഡ് ഫയൽസ് കൊടുത്തതിന് ശേഷം നിങ്ങളുടെ ഇഷ്ടമുള്ള PDF-കളെല്ലാം ആഡ് ചെയ്യുക. ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരണമെങ്കിൽ എൻ്റെ യൂണിവേഴ്സിറ്റിയുടെ ഒരു 2-3 പരിപാടികൾ ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ 2 PDF എൻ്റെ കയ്യിലിരിപ്പുണ്ട്. എല്ലാം കൂടി ഒരു മെർജ് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ ഇതെല്ലാം വരും. കേട്ടോ, നിങ്ങളുടെ കയ്യിലുള്ള ഒരു PDF-ന് നിങ്ങൾക്ക് പ്രൊട്ടക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എൻക്രിപ്റ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടെ മാർക്ക് ഫോർ റിഡാക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സെൻസിറ്റീവ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഉണ്ടെങ്കിൽ അതിനെ നിങ്ങൾക്ക് ലോക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എൻക്രിപ്റ്റ് ചെയ്യാനും പറ്റും. ഒരു പാസ്വേഡ് ഉണ്ടാക്കുക, ആ പാസ്വേഡ് വെച്ച് നിങ്ങൾക്ക് എൻക്രിപ്റ്റ് ചെയ്യാം. അതായത് നിങ്ങൾക്ക് ഭയങ്കര എഫക്റ്റീവായിട്ടുള്ള ഒരു PDF എഡിറ്റിംഗ് ടൂളാണ് ടെനർഷെയറിൻ്റെ PDF എഡിറ്റർ എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ തിരിച്ച് അവരുടെ വെബ്സൈറ്റിൽ വന്നാൽ തന്നെ ആ വെബ്സൈറ്റിൻ്റെ അകത്ത് അവർ ഒഫീഷ്യലി കൊടുത്തിട്ടുണ്ട്. എഡിറ്റ് ചെയ്യാൻ പറ്റും, അനോട്ട് ചെയ്യാൻ പറ്റും, OCR, അതുപോലെ തന്നെ ഓർഗനൈസ് ചെയ്യാൻ പറ്റും, വായിക്കാൻ പറ്റും, അതുപോലെ തന്നെ റെക്കോർഡ് ചെയ്യാൻ പറ്റും. ഇങ്ങനെയുള്ള പരിപാടികളെല്ലാം ഇതിനകത്ത് നടക്കും. നിങ്ങൾക്കിപ്പോൾ എന്തെങ്കിലും ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എടുത്ത് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ലിറ്ററലി അവർ ChatGPT ഇതിനകത്തേക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ആ പരിപാടികൾ നിങ്ങൾക്ക് ഈസി ആയിരിക്കും. പിന്നെ എന്തെങ്കിലും ഒരു PDF നിങ്ങളുടെ കയ്യിലുള്ള, അതായത് ഞാനിപ്പോൾ അപ്ലോഡ് ചെയ്ത PDF ഒരുപാട് 55 പേജൊക്കെ ഉള്ള PDF ആണെന്നുണ്ടെങ്കിൽ അതെന്താണെന്നുള്ളത് എനിക്കിവിടെ മൊത്തത്തിൽ ഒരു 7 പോയിന്റേഴ്സ് ആയിട്ട് ഈ എഴുതി തന്നിട്ടുണ്ട്, വിച്ച് ഈസ് വെരി ഗുഡ്. ജസ്റ്റ് ഇൻ കേസ് ഇത് വേറൊരു ലാംഗ്വേജിലുള്ളതാണെന്നുണ്ടെങ്കിൽ അതിനെ നിങ്ങൾക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാനും ഇതിൻ്റെ അകത്ത് സാധിക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ എടുത്ത് പറഞ്ഞാൽ മതി ട്രാൻസ്ലേറ്റ് ചെയ്യാനായിട്ട്. ഈവൻ അറബിക് ലാംഗ്വേജും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഈസി ആയിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തെടുക്കാം. പിന്നെ ആ ഒരു PDF-ൻ്റെ അകത്തുള്ള കോണ്ടന്റ് നമുക്ക് സമ്മറൈസ് ചെയ്ത് കിട്ടും. അതുപോലെ തന്നെ ആ PDF-ൻ്റെ അകത്തുള്ള ഏതെങ്കിലും ഒരു കോണ്ടന്റ് നിങ്ങൾക്ക് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ അതിനെ എക്സ്പ്ലെയിൻ ചെയ്ത് കിട്ടും, റീറൈറ്റ് ചെയ്ത് കിട്ടും, ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ചാറ്റ് വിത്ത് PDF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ PDF-ൻ്റെ അകത്തുള്ള പെർട്ടിക്കുലർ ഒരു ഇൻസിഡൻറ്റിനെ എക്സ്പ്ലെയിൻ ചെയ്യാനോ എന്താണ് അതിനകത്ത് പറഞ്ഞിട്ടുള്ളതെന്നൊക്കെ മനസ്സിലാക്കാൻ ഹെൽപ്പ് ചെയ്യും. ഫ്രീ ട്രയൽ നിങ്ങൾക്ക് കിട്ടും. ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ സിസ്റ്റത്തിൽ ഈസി ആയിട്ട് ഓപ്പൺ ആവും. ക്രോസ് പ്ലാറ്റ്ഫോമാണ്, വിൻഡോസിലും MacOS-ലും ഉണ്ട്. അതുമാത്രമല്ല നിങ്ങളുടെ ഫോണിലേക്കൊക്കെ ഇനി വരുന്നുണ്ടെന്ന് അവർ പറയുന്നു. അൾട്രാ ഫാസ്റ്റ് എഞ്ചിനാണ്. ദാറ്റ് മീൻസ് ലോ എൻഡ് PC, ഭയങ്കര സ്പെക്ക് കുറഞ്ഞ PC ആണെങ്കിലും ഈസി ആയിട്ട് വർക്ക് ആവും. പ്രൊഫഷണൽസ് ആയിട്ടുള്ള ആളുകൾ ട്രസ്റ്റഡ് ആണെന്ന് പറയുന്നു. അതുപോലെ തന്നെ എൻ്റർപ്രൈസ് സെക്യൂരിറ്റി ഇതിനകത്തുണ്ട്. ദാറ്റ് മീൻസ് നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന PDF എത്രത്തോളം സെൻസിറ്റീവ് ആണെന്നുണ്ടെങ്കിലും അതെല്ലാം സേഫ് ആയിരിക്കും. നിങ്ങളുടെ ഡേറ്റയൊന്നും ആരും എടുത്തുകൊണ്ട് പോകില്ല. സോ ഒരു വൺ ഓഫ് എ കൈൻഡ് PDF എഡിറ്ററാണ്. നിങ്ങൾ വേറൊരു PDF എഡിറ്ററിലേക്ക് പോവാതെ ഇത് തന്നെ നിങ്ങളുടെ കമ്പ്യൂട്ടറിൻ്റെ അകത്ത് ഡൗൺലോഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാൻ പറ്റും. ആൻഡ് 2025 ആൻഡ് നിങ്ങളുടെ ലൈഫിൽ എപ്പോഴായിരിക്കും നിങ്ങൾക്ക് ഒരു PDF പെട്ടെന്ന് എഡിറ്റ് ചെയ്യേണ്ടതെന്ന് പറയാൻ പറ്റില്ല. സോ ഒരു മസ്റ്റ് ഹാവ് ഹാൻഡി സോഫ്റ്റ്വെയർ ആണ് ടെനർഷെയറിൻ്റെ PDF എഡിറ്റർ. സോ മസ്റ്റ് ആയിട്ട് ഡൗൺലോഡ് ചെയ്യുക. ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്. അതുപോലെ തന്നെ ഞാൻ കമൻറ്റ് സെക്ഷനിലും പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അടുത്ത വീഡിയോ കാണാം. ബൈ.